നമസ്കാരം മൈ ഡിയർ ഫ്രണ്ട്സ്. കേരളത്തിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നത് എൻ്റെ തലമുറ സമയത്ത് കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പം നമുക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ സംസാരിക്കാൻ പാടില്ല. ആ, ഭയങ്കര സ്ട്രിക്റ്റാണ്. പഠിക്കുക, വീട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കളിക്കാൻ പോകാൻ പാടില്ല, പഠിക്കണം. പുസ്തകം എടുത്തു വെച്ച് പഠിക്കുക. കളിക്കുന്നത് ഒരു വലിയ തെറ്റായിട്ട്. അതുപോലെ തന്നെ അവനോട് കൂട്ടുകൂടാൻ പാടില്ല, അവൻ ചീത്തയാണ്, അവൻ ചീത്ത, അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്ന ഒരു സമയമാണ് നമ്മുടെയൊക്കെ ചെറുപ്പകാലം. ആ, പെൺകുട്ടികളോട് സംസാരിക്കാൻ പാടില്ല, പെൺകുട്ടികൾ ആൺകുട്ടികളോട്, അങ്ങനെ റെസ്ട്രിക്റ്റ് അച്ഛനും അമ്മയും പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മൾ ജീവിച്ച് വന്ന് നമുക്ക് നല്ലത് വന്നിട്ടുണ്ട്. ഞാൻ അതല്ല പറയുന്നത്. പറയാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാം മാതാപിതാക്കളുടെ ഇഷ്ടം അനുസരിച്ച് എന്ന് പറയുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, ഒരു കല്യാണം കഴിക്കുന്ന സമയം വരുമ്പോൾ അതും മാതാപിതാക്കൾ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും. അത് ചിലപ്പോൾ സക്സസ്ഫുൾ ആകണമെന്നില്ല, അത് ഫെയിലായി പോകാം. പിന്നെ ഒരു ലിബറലൈസേഷൻ, മൻമോഹൻ സിംഗ് ഫിനാൻഷ്യൽ ലിബറലൈസേഷൻ കൊണ്ടുവന്ന പോലെ ഒരു ലിബറലൈസേഷൻ വന്നത് സംവെയർ അറൗണ്ട് ഒരു 92-94 കാലഘട്ടത്തിലാണ്. നമ്മളൊക്കെ അച്ഛനും അമ്മയും ആയപ്പോൾ നമ്മൾ വെച്ച് ഇത് പാടില്ല, കുറച്ച് ഒരു ഫ്രീഡം കൊടുക്കണം കുട്ടികൾക്ക്. അതുപോലെ തന്നെ അധികം റെസ്ട്രിക്ഷൻസും ഇൻസ്ട്രക്ഷൻസും പാടില്ല. അവർക്കും അവരുടേതായ ഒരു ഡെമോക്രസി കൊണ്ടുവന്നെന്ന് പറയാം. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടായി മാത്രമല്ല, പഴയ സിദ്ധാന്തങ്ങൾ പലതും പൊളിച്ചെഴുതേണ്ടി വന്നു. അങ്ങനെ വന്നതുകൊണ്ട് കുട്ടികൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി, അവർക്ക് കൂടുതൽ വെറൈറ്റി കിട്ടി, അവർക്ക് സ്വയം ചിന്തിക്കാനുള്ള കഴിവുകൾ വന്നു. അവർക്ക് പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സ്വാധീനമുണ്ട്. എന്തും അവൈലബിളാണ്. കണ്ണടച്ച് വിശ്വസിക്കേണ്ട ആ കാലം കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. അതുകൊണ്ട് നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ, ഈ പഴയ രീതി, നമ്മൾ സമയം മാറുന്നതനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം, നമ്മൾ ഡൈനാമിക് ആയിരിക്കണം. അല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ സ്റ്റക്കായി പോകും, നമ്മൾ പുതിയതിനെ അക്സെപ്റ്റ് ചെയ്യാതെ വരും. അതുകൊണ്ട് പഴയ കാലഘട്ടത്തിലുള്ളവരും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും അതിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശ്രമിക്കേണ്ടതും പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ്. ഇത് നമ്മളൊരു ചെറുപ്പക്കാരെ മാത്രം അല്ലെങ്കിൽ പുതിയ തലമുറയെ മാത്രം സപ്പോർട്ട് ചെയ്ത് പറയുകയല്ല, അവരും അത് മനസ്സിലാക്കണം. ഇവർ ഇന്ന സമയത്ത് ജീവിച്ചവരാണ്, അവരിൽ ഇന്ന കുറവുകൾ കാണും എന്ന് വിചാരിച്ച് ഒരു പരസ്പര സഹകരണത്തോടുകൂടി എല്ലാവരും പോയാൽ എല്ലാവർക്കും നല്ലത്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.